ഹലോ. അപ്പോൾ ഇന്ന് എന്നാണ് എൻ്റെ വീഡിയോ ഒക്കെ വെറൈറ്റി ആണോ ഒരുപോലെയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു വെറൈറ്റി ആക്കാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് അങ്ങനെയൊന്ന് ചെയ്തു നോക്കാം. എപ്പോഴാണ് യൂട്യൂബ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് പോവാണ്. അതെൻ്റെ ഫാമിലിക്ക് അത്ര ഇഷ്ടമല്ല. അവിടെ അവർക്ക് ആർക്കും വലിയ പിടുത്തമില്ല അങ്ങോട്ട് പോകാൻ. പക്ഷെ എനിക്ക് എന്നാണോ ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വേറൊരിടത്ത് കയറി അങ്ങനെ വേറെ 2-3 പേരൊക്കെ ആയിട്ടാണ് പോണേ. അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് ഇവിടെ യാത്ര തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമാണോ എന്ന് പറയണേ. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ട് മാച്ച് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ശരി, നമുക്ക് തുടങ്ങാം. പിന്നെ ഞാനിന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ്. അതെന്നാന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ സൺലൈറ്റ് അടിക്കും. നമുക്ക് അന്നേരം ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇതെൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒന്നുമല്ല, എൻ്റെ ശരിക്കുള്ള ഗ്ലാസ് തന്നെയാണ്. അത്തേൽ നമ്മളൊരു സാധനം ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. എനിക്ക് ഷോർട്ട് സൈറ്റ്, അപ്പോൾ എനിക്ക് കണ്ണ് ശരിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എനിക്ക് കണ്ണാടി വേണം, അല്ലെങ്കിൽ ലെൻസ് വേണം. അപ്പോൾ കണ്ണാടി ഇല്ലാതെ വെച്ച് ഇപ്പം ലെൻസ് ആണെങ്കിൽ നമുക്ക് ലെൻസ് വെച്ചേക്കുവാണെങ്കിൽ ഒരു സാധാ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി. ഇപ്പം ഈ കണ്ണാടി വയ്ക്കുമ്പോഴത്തേക്കും ലൈറ്റ് അടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കിട്ടിയത്. അപ്പോൾ ഇതങ്ങ് വെക്കുവാണെങ്കിൽ സെറ്റപ്പായി, കൂളിംഗ് ഗ്ലാസിൻ്റെ എഫക്റ്റുമായി. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ കെട്ടിയനുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ക്യാമറാമാൻ ഹെൽപ്പർ. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരെ എൻ്റെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചിയുടെ വീട്ടിൽ പോകുന്നു. അവിടെ എൻ്റെ വേറൊരു ഫ്രണ്ട് അവിടെ വരും, അവളുടെ പിള്ളേരും. അപ്പോൾ അവൾ എന്തോ ഫുഡ് കൊണ്ടുവരും. ഞാനും ഇച്ചിരി അവിയൽ മാങ്ങക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മച്ചി കണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചിട്ട് അവിടെ നിന്ന് ഹാൾസോൾ ക്വാറിയിലേക്ക് പോകും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. വാഴയ്ക്കാത്തോരൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതന്നായിരുന്നു, സാമ്പാറുണ്ട്, അവിയലുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചോറും. പിന്നെ എൻ്റെ മാങ്ങാക്കറി ഇതെൻ്റെ മാങ്ങാക്കറിയാണ്. ആണ് നമ്മുടെ ചപ്പുവും ഉണ്ണിയും. ശരിക്കുള്ള പേര് പറഞ്ഞു ഉണ്ണിയുടെ? വേദികയും. എന്നാ സാധനറിയോ ചപ്പു? എന്നാ അത്? ബിരിയാണി കഴിക്കണത്, ചോറിരിക്കണത് കഴിക്കണില്ല. അത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ ചോറൊക്കെ ഉണ്ടിട്ട് നമ്മൾ ഇനി ഹോൾസെയിൽ കാറിൽ പോവാട്ടോ. അപ്പോൾ 2 വണ്ടി വേണമല്ലോ, 2 കൂട്ടരും എല്ലാവരും കൂടി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ 2 വണ്ടിയിലായിട്ട് ഞങ്ങളങ്ങ് പോവാം. അപ്പോൾ ഈ ക്വാറിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ തപ്പിയതൊക്കെ അനുസരിച്ചിട്ട് ഇതൊരു ഇങ്ങനെ കല്ല് ഖനനം നടത്തുന്ന നമ്മുടെ പാറമട നാട്ടിലെ അതായിരുന്നു. അപ്പോൾ ഈ ഇവിടെ ക്രൈസ്ചർച്ചിലേക്കുള്ള കല്ലൊക്കെ ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ എന്തോ ഒരു കാരണത്താൽ അത് നിർത്തി. നമ്മുടെ എൻട്രൻസിൽ തന്നെ നമുക്കൊരു വീട് കാണാം. അതാണ് അന്നത്തെ വർക്കേഴ്സ് താമസിച്ചുകൊണ്ടിരുന്ന വീടാണത്. ഞാൻ ഈ വീടിനകത്തൊന്ന് കയറി നോക്കിയായിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കണ്ടൊന്നുമില്ല. അവർ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേശയോ കസേരയോ എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ അവരുടെ അന്നത്തെ ബാത്ത് ടബ്, അതിൽ കൂടുതലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു വീട്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് മഞ്ജുവിൻ്റെ കൂടെ ഒരു ക്വാറി പാർക്കിൽ വന്നതാണ്. ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തവർ ഇച്ചിരി ഒതുങ്ങി നിൽക്കണം. നിങ്ങൾ നേരത്തിന് മുന്നേ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? ചപ്പു വന്നിട്ടുണ്ടോ? ഉണ്ണിയാ? ഇന്ന രസമാണെന്ന് നോക്കി. താഴ്വാരങ്ങൾ എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ കാണണേ. കണ്ടോ, അന്ന് കല്ലൊക്കെ വെട്ടിയെടുത്തതിൻ്റെ ആ ഒരു ഭാഗം കേട്ടോ ഈ കാണുന്നത്. അമ്മച്ചി ആ ഇല പോകാനായിട്ടത് നിക്കണ നോക്കി. മരങ്ങള് ചുവന്ന കളറിൽ നിൽക്കുമ്പോഴേ. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ മരങ്ങളൊക്കെ നിൽക്കണ മുന്തിരിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അതിങ്ങനെ മഞ്ഞയായിട്ട് പിന്നീട് അതിങ്ങനെ ചുവന്ന് വരും. ആദ്യം മുന്തിരിയുടെ ഇല മഞ്ഞയാവും, പിന്നെ ചുമന്ന് വരും. അതിനുശേഷം അതെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ മരങ്ങളൊക്കെ. അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ മഞ്ഞ കളറ്, അതിൻ്റെ ഇലകൾ. അത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ചുവപ്പാകും, പിന്നെ അതെല്ലാം കൊഴിഞ്ഞു പോകും. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇതല്ലേ, ഇത് പുതിയതായിട്ട് വേണത്. ഇത് രസമുണ്ട്.
ഈ ഒരു എൻട്രി അതവിടെ ഒരു പാലം അതുള്ളതാണ്. അത് അത് പണ്ടുള്ളതാ. ഉണ്ടായിരുന്നു. സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിള്ളേരെ കൊണ്ടുവന്ന് കാണിക്കാം. എന്ത് ഗാർഡന്? Kurashiki Garden. Kurashiki Garden. Simply designed building common in Japanese garden. North Koreans has also made a connection with New Zealand of a rock. The rock. ചപ്പൂന് എന്നാ ഇഷ്ടപ്പെട്ടെ? ഏത് തന്നെ? ഇതൊക്കെ ഇഷ്ടായോ ഉണ്ണിക്കോ? അതിഷ്ടായില്ലേ? ഇത് രസമുണ്ടല്ലേ? ഉണ്ണിക്ക് അതിഷ്ടായി. എല്ലാം നിൽക്കണുണ്ടോ? എന്നാ രസമാണ് നോക്കി. ഇനി ഇതിങ്ങനെ കിടക്കും കേട്ടോ. വീണ്ടും രസമാണ്. ഒരു വഴി കാണാൻ ഭയങ്കര രസമല്ലേ? ഒരു താഴ്വാരം കാണുന്നത് എനിക്കിഷ്ടം. ആൾക്കാർ നടക്കുന്നുണ്ട് അതേ കൂടെ. എങ്ങനെയുണ്ട് അമ്മച്ചി സ്ഥലം? മരം അല്ലേ? മഞ്ഞ കളറ് അവിടെ കണ്ടോ? ആ സ്ഥലം കണ്ടോ? മേളില് കുറച്ച് സ്ഥലങ്ങള് കണ്ടോ? നല്ല രസമുണ്ട് കാണാൻ. ആ മേളിൽ കുറച്ച് സ്ഥലം കിടക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ പാടം ചുമ്മാ കിടക്കുന്ന മേളില്. ഏതായാലും ഞാൻ ആ ദൂരെയുള്ള സ്ഥലം കണ്ടത്. എനിക്ക് എവിടെ ഒന്ന് പോകണമെന്നുണ്ട്. ഞാനൊന്ന് കയറാൻ പോവാ. അവിടെ രസമുണ്ടല്ലേ? ഒരു പ്രശ്നക്കാരൊന്നുമില്ല. ഞാൻ ഒരു ബോൾ ഇങ്ങോട്ട് എറിഞ്ഞിട്ട് വിടുന്നു. ചൈന ഗാർഡനാ. വുഹാൻ ഗാർഡൻ, ചൈന ഗാർഡൻ. ഏത് ഇതോ? നീ കയറി പോണതാണോ ചൈന ഗാർഡൻ? അതോ നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്നെ വന്ന് പട്ടി അടിച്ച് കഴിയുമ്പോ ഞാൻ നോക്കിക്കോളാന്ന്. പട്ടി അടിക്കണതാ? അത് കൊള്ളാം. ഹായ്, നല്ല രസം. അവിടെ വെയിലടിക്കുമ്പോ പട്ടികളുടെ അവിടെയൊക്കെ പട്ടികളുണ്ട്. എക്സസൈസ് ചെയ്യാൻ. ഇവരതിൻ്റെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഏതിൻ്റെ? ഈ ട്രാക്ക് അടുത്ത ബൈക്കില് സാധനം കൊണ്ട് അങ്ങനത്തെ ഭയങ്കര കിഴക്കാൻ. അതാണ് ചൈന ഗാർഡൻ അല്ലേ? പക്ഷെ ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടില്ല കേട്ടോ. ഇതിന് മുന്നേ ഏതിലെ അത്രയും ദൂരം പോയിട്ട് തിരിച്ചു വരണ്ട. എന്തിനാ അങ്ങനെ ചെയ്യണേ? നടക്കാൻ പറ്റില്ല. എന്നാ കയറ്. വീഴല്ലേ? മരം കെട്ടി നടന്ന പ്രായമല്ല ഇപ്പം. ഞങ്ങൾ ഇതിലേ ഇങ്ങനെ കയറി വരണ്ടേന് പകരം ഞങ്ങൾ ഈ ഇടയ്ക്കേ കൂടെ അവിടുന്ന് താഴ്ത്തുന്നു ഇതിൻ്റെ ഇടയ്ക്കേ കൂടെ ഇങ്ങനെ കയറി. അല്ല പിന്നെ ഞങ്ങളിങ്ങനെ ചുറ്റി വന്നായിരുന്നു. അങ്ങനെ അതാണ് അവിടുന്ന് കണ്ട ബെഞ്ച് അല്ലേ? അതാണ് താഴേന്ന് ഞാൻ കാണിച്ച ആ വഴി ബെഞ്ച്. ആ സ്ഥലം നല്ല രസമുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സ്ഥലമാണിത്. അമ്മേ, പാലം കാണാലോ സൂമിങ് ചെയ്തപ്പോൾ. പിന്നെ മൊത്തം നല്ല രസമുണ്ടല്ലേ? ഇതാണ് ഞാൻ താഴെ നിന്ന് അവിടെ മേളിൽ പോയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പറഞ്ഞില്ല. ആ സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൽ കൂടെ കാണുന്ന ആ ചെറിയ ചെറിയ വഴികളിൽ കൂടെ അങ്ങനെ കയറി വന്നേ. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് കുറേ പട്ടികളുണ്ടായിരുന്നു. വേറൊരു കുഞ്ഞിപ്പട്ടി പോകണം.
കണ്ടോ കുഞ്ഞിപ്പട്ടി, അവനൊരു കുഴപ്പമില്ല, നോക്കിയ പോലും ഇല്ല. വേറൊരു പട്ടിയെ കുറച്ചുകൊണ്ട് വന്ന് അതിൽ ഇതിലെല്ലാം നടന്നു പറക്കി ഇവിടെ വരെ. അമ്മച്ചി മടുത്തല്ലേ? നടന്ന് ഇതെല്ലാം കണ്ടില്ലേ? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പുറത്തോട്ട് വേണേൽ ഇച്ചിരി നല്ലായിരുന്നു, കൊറിയൻ ഗാർഡൻസ് ഒക്കെ. പറ, ഇന്നത്തെ കാഴ്ച നിർത്തി. അമ്മച്ചി മടുത്തുന്ന. ഓക്കെ, അപ്പൊ ബൈ. ഓ, ഇവളുമാരോടൊക്കെ ഒരു ബൈ. എന്റെ ആ ഹലോ. അപ്പൊ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്ഥലം. അപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് ചാനലിൽ കൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറ, ഈ സ്ഥലം ഇഷ്ടമായെങ്കിൽ കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ, അടുത്ത വീഡിയോ കാണാം.